ജോർജ് ജോസഫ് അമ്മയുടെ അമ്മ പറഞ്ഞത് ആദ്യം നമ്മൾ കേട്ടു. ഈ അമ്മ പരമാവധി ആ മകനെ ചേർത്ത് പിടിക്കാൻ നോക്കി. ഇയാൾ വീടിന് തീയിടുമ്പോഴും, ഇയാൾ അവിടെ അക്രമം ഉണ്ടാക്കുമ്പോഴും, ഇയാൾ മർദ്ദിക്കുമ്പോഴും ഒക്കെ പരമാവധി ചേർത്ത് പിടിക്കാൻ നോക്കിയത് ഇവൻ ഏതെങ്കിലും കാലത്ത് ഈ ലഹരിക്കയിൽ രക്ഷപ്പെടും, മകനാണല്ലോ എന്ന പ്രതീക്ഷയിലാണ്. ഏറ്റവും ഒടുവിൽ അടിക്കാനാഞ്ഞപ്പോഴും അമ്മ ഭയക്കുന്നില്ല. അല്ല, അത് ശീലമാണ്, അത് കാരണം അമ്മ പൊട്ടെന്ന് വെക്കുന്നു. കുന്നുകളയും എന്ന് പറഞ്ഞാൽ അടുത്ത മാസം ചേച്ചി വരുന്ന ആ സമയം നോക്കി എല്ലാവരെയും തീർത്ത് കളയും എന്ന് പറഞ്ഞത് അത് സത്യമാവില്ല എന്ന് അമ്മ എങ്ങനെയാണ് കരുതുക? നമ്മൾ വെഞ്ഞാറമൂട് കണ്ടതാണ്, നമ്മൾ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്ന മകനെ കണ്ടതാണ്, നമ്മൾ കാണുന്ന വാർത്തകൾ അത്രയുമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ മക്കളാൽ കൊല്ലപ്പെടുമെന്ന് ഭയന്ന് ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു മകനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അധമമായ അങ്ങേയറ്റത്തെ ക്രൂരത ഈ കൊല ചെയ്യൽ മാത്രമൊന്നും അല്ലല്ലോ, അതിലപ്പുറം ഉണ്ടല്ലോ. ശ്രീ ജോർജ് ജോസഫ്, എത്ര വീട്ടകങ്ങളിൽ എത്ര രക്ഷിതാക്കൾ ഇത്തരത്തിൽ വീർപ്പ് മുട്ടി കഴിയുന്നുണ്ടാകും? എന്തുകൊണ്ടാണ് പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന് പറയാൻ കഴിയില്ല, പോലീസ് നടപടി എടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ആ ട്രെൻഡിന് ഒരു കുറവില്ലാതെ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ചോര കണ്ട് അറപ്പ് മാറുന്നത് നമ്മുടെ യുവാക്കൾക്ക്? ജോർജ് ജോസഫ്, ഇവരൊക്കെ ലഹരിയുടെ ആ പന്ഥാവിക്കൂടെ നടക്കുകയാണ്. അവർക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, മനുഷ്യത്വം എന്താണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ മാനസികാവസ്ഥ തന്നെയാണ് അവർക്ക്. നമുക്ക് ആ അമ്മയുടെ ഇപ്പോഴത്തെ ആ വിലാപം കണ്ടല്ലോ. സ്വന്തം മകനെ പോലീസിൽ പിടിച്ച് കൊടുക്കുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയെ കൊല്ലപ്പെടും. അമ്മ കൊല്ലപ്പെടുകയല്ല, അവൻ്റെ പിതാവും കൊല്ലപ്പെടും. അത് ഗൾഫിൽ നിന്ന് വരുന്ന ആ സഹോദരി കൂടെ അടച്ചു കൊല്ലാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം. അത് അമ്മയ്ക്ക് ബോധ്യമായി. അവൻ ഇപ്പം ആദ്യമായിട്ട് പറയുന്നതല്ല, അവൻ്റെ ചെറുപ്പം മുതലുള്ള വളർച്ച ആ അമ്മ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കറിയാം അവൻ്റെ അന്ത്യം ആവുമെന്ന്. അതുകൊണ്ട് ഇതുപോലെയുള്ളവനെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. അമ്മമാർ ഇതൊരു അമ്മയല്ല, ആയിരക്കണക്കിന് അമ്മമാർ കേരളത്തിൽ ഇതുപോലെ വിഷമിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള മക്കളെ പോലീസിൽ പിടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അത് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ പാർപ്പിച്ചേ പറ്റുള്ളൂ. അവർക്ക് മാനസികമായൊരു പരിവർത്തനം ഉണ്ടാകുന്നിടം വരെ ജയിലിൽ തന്നെ ഇട്ടേ വെക്കുള്ളൂ. കോടതി പോയി നിങ്ങൾ തന്നെ മൊഴി കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഫാൻ്റെ അവിടുത്തെ കണ്ടല്ലോ കൊലപാതകം, നമ്മൾ 5 എണ്ണം കണ്ടു. ആ അമ്മയെ വരെ അയാൾ തലക്കടിച്ച് അമ്മ മരിച്ചില്ലെന്നേ ഉള്ളൂ. അതേ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഉണ്ടായേനെ. എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത്. ആ ഷിബില എന്ന ആ പെൺകുട്ടിയെ കണ്ടില്ലേ, കൊന്നത് എങ്ങനെയാണ്? ആ ഭർത്താവ് അവൻ 4-5 വർഷമായിട്ട് ആ പെണ്ണിനെ പീഡിപ്പിക്കുകയും മദ്യവെച്ച് വന്ന് ഉപദ്രവിക്കുകയും അതിനുശേഷം ഇപ്പോൾ അയാൾ ജയിലിൽ നിന്ന് വന്ന ശേഷം അയാൾ നന്നാകുമെന്നൊരു ചെറിയ പ്രതീക്ഷയിലാണ് ആ വീട്ടിൽ വന്നപ്പം ആ കുട്ടിയുടെ ആധാർ കാർഡും മറ്റേ റെക്കോർഡെല്ലാം തിരിച്ചു കൊടുത്തപ്പോൾ ഇവൻ നന്നാകാനുള്ളതാണ്. അമ്മ അന്നേരം ചോദിച്ചു, നീ എന്നാ ചെരുപ്പ് അഴിച്ചിട്ട് വീട്ടിൽ കയറാത്തത്? അവൻ്റെ പുറകിരുന്ന ബാഗിനകത്തുനിന്ന് കത്തിയെടുത്ത് അവൻ്റെ ഭാര്യയുടെ അമ്മയെ ആദ്യം കുത്തി വീഴ്ത്തി, മറ്റവളെ കുത്തി പുറത്തോട്ട് ഇട്ടു. അത് അവരെ സഹായിക്കാൻ വന്ന പിതാവിനെയും കുത്തി. അവൻ എത്ര വർഷമായി ഇതുപോലെയുള്ള നമ്മളിപ്പോൾ അവൻ ആദ്യമായിട്ടല്ല ഈ ഡ്രഗ്സ് പോയി. അവൻ 8ാം ക്ലാസ് വെച്ച് തുടങ്ങിയതാണ്. നമ്മൾ എത്രയോ ചർച്ചകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം വഴിതെറ്റി പോയിരിക്കുന്നു. എല്ലാ കോളേജിലും ഈ ഷിബില എന്ന് പറയുന്ന ഈ പാവം പെൺകുട്ടി, അതിന് ഇപ്പം 18 വയസ്സെന്നൊക്കെ പറയുന്നത് ആ പ്രായത്തിൽ എത്രത്തോളം ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാകും? ഈ വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ച് വീട്ടിൽ നിശ്ചയിച്ചൊരു നിക്കാഹ് പോലും മറികടന്നാണെന്ന് എൻ്റെ അറിവ്. അങ്ങനെ ഇറങ്ങിപ്പോയൊരു കുട്ടിയാണ് ഇവൻ. ഈ ഷിബിലയെ കഴുത്തിനേറ്റ് 2 ആഴത്തിലെ കുത്താണ് മരണകാരണം. കുത്തിക്കൊല്ലുന്നത്, പലയാവർത്തി കുത്തുന്നത് 3 വയസ്സുള്ള സ്വന്തം മകളുടെ മുന്നിലിട്ടാണ്. അപ്പോൾ ഇവനൊക്കെ മനുഷ്യനാണോ ശ്രീ ജോർജ് ജോസഫ്? എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നമുക്കൊക്കെ ഭയമായിരിക്കുന്നു ഇവിടെ ജീവിക്കാൻ കേരളത്തിലെ. കാരണം കേരളത്തിലെ എല്ലാ വീടുകളിലും നമ്മളൊരു 10 വീടെടുത്താൽ 2 വീട്ടിൽ ഇത് തന്നെ അവസ്ഥ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ഇതുപോലെ കഥാപാത്രങ്ങൾ. എന്ത് ചെയ്യാനൊക്കും പേരൻസിന്, അപ്പനമ്മയ്ക്ക് എന്ത് ചെയ്യാനൊക്കും? അവർ വെളിയിൽ പറയാതെ മൂടി വെച്ച് ഇതുങ്ങളെ എത്ര നാൾ നമ്മൾ പൊത്തിപ്പൊളിഞ്ഞ് നടക്കും? അങ്ങനെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പം നമ്മൾ അഫാൻ്റെ കേസിൽ കണ്ടിരിക്കുന്നത്. എത്ര കേസുകളാണ്. അത് തന്നെയല്ല ഈ സിനിമയുടെ സ്വാധീനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എറണാകുളത്തെ ഒരു സംഭവം കണ്ടല്ലോ നമ്മൾ. ആ പണി എന്ന സിനിമയ്ക്കകത്ത് പണി എങ്ങനെയാണെന്ന് ഒരു ഗുണ്ട ഇപ്പം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ പയ്യനെ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടന്ന പയ്യൻ്റെ വീട്ടിനകത്ത് അവൻ കയറി അവൻ്റെ കഴുത്തി കത്തി വെച്ച്, നീ മര്യാദയ്ക്ക് ഇറങ്ങി എൻ്റെ കൂടെ വാടാ, അല്ലെ നിൻ്റെ കഴുത്ത് ഞാൻ അറക്കുമെന്ന് പറഞ്ഞ് ആ പയ്യൻ എന്ത് ചെയ്യാനൊക്കെ കൂടെ പോയി. വെളിയിൽ വന്നിട്ട് അവൻ ആ പണി സിനിമയെ പോലെ
ആ ഇരുമ്പ് കമ്പി കൊണ്ട് അവൻ്റെ കാലടിച്ചൊടിക്കുന്നത്, അവൻ വേദനയോടെ പൊളയുന്നതൊക്കെ നമ്മൾ കാണും, ലൈവായിട്ട് കാണുകയാണ്. അവൻ്റെ മൊബൈലിൽ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. എന്തൊരു ലോകമാണ് നമ്മുടെ മാറി. ഇപ്പം തന്നെ ബിജു ജോസഫിനെ കൊന്നത് എങ്ങനെയാണത്? എത്ര ക്രൂരമായത്. എറണാകുളത്തെ കാപ്പ കേസിനകത്ത് അറസ്റ്റ് ചെയ്ത ഒരുത്തൻ, അതിനകത്ത് ഒരുത്തൻ ഒരു ആംബുലൻസ് ഡ്രൈവറുമാണ്. ഇവരൊക്കെ പണം കിട്ടാൻ വേണ്ടി ആരെയും കൊല്ലുന്ന ഒരു പ്രവണത കേരളത്തിലെ മിക്കവാറുള്ള ചെറുപ്പക്കാർക്ക് വന്നു കഴിഞ്ഞു. അന്നേരം തന്നെ അയാൾ ആ പണി ചെയ്തതിൻ്റെ പൈസ കിട്ടിയിട്ട് അത് അന്നേരം ഗൂഗിളിൽ അപ്പോൾ അവർ ഷെയർ ചെയ്തിരിക്കുന്ന കണ്ടു നമ്മൾ. അപ്പം പൊതുവേ കേരളത്തിലെ അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ വേറെണ്ണം കണ്ടല്ലോ, ആ കൊല്ലത്തെ ഒരു പയ്യനെ കണ്ടില്ലേ, ഗോമസ് എന്നുള്ള പയ്യനെ, അവൻ്റെ വീട്ടിനകത്ത് ആ കൊച്ചു പയ്യനെ കുത്തിക്കൊന്ന് അവൻ ആ കുത്തുകൊണ്ട് റോഡിലേക്ക് ഓടി മറിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. പിതാവിനെയും കുത്തി. എന്നിട്ട് ആ പയ്യൻ എന്ത് ചെയ്തു? ഒരു ഇമ്മച്വർ മനസ്സുള്ളവനാണ്. അവൻ നേരെ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ വെച്ച് തല വെച്ച് അവൻ ചത്തു. 23-24 വയസ്സുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചോണം. ഇവരുടെ ചിന്തകൾ അത് പെട്ടെന്നുണ്ടാകുന്ന ചിന്തയല്ല. കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി പതുക്കെ ഒരു ക്രിമിനലിലോട്ട് വരികയാണ്. അത് തന്നെയല്ല, പോലീസ് ഞാൻ കഴിഞ്ഞ ദിവസം അത് 1-2 സ്ഥലത്ത് ഞാനത് പറയുകയും ചെയ്തു. ഈ MDMA എന്ന് പറയുന്നത് ആ മരണത്തിലേക്കുള്ള സഞ്ചാരം തന്നെയാണ്. ഇപ്പം 2 കേസുണ്ട്. ഒന്ന് പയ്യാടൻ ഷാനിത എന്ന് പറഞ്ഞ ഒരുത്തനെ, അവനെ പോലീസിനെ കണ്ടപ്പോൾ 2 ചെറിയ പാക്കറ്റ് അങ്ങ് വിഴുങ്ങി. ആ വിഴുങ്ങിയതിനകത്ത് ഒരു പാക്കറ്റ് പൊട്ടി വയറ്റിനകത്ത് പോയി. അവരെ പോലീസിൽ അയാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8-ാം ദിവസം അയാൾ മരിച്ചിരിക്കുന്നു. അതിനുശേഷം താനൂർ കസ്റ്റഡി മരണമെന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കറിയാം. അതിനകത്ത് ഇതുപോലെ ആ കസ്റ്റഡിയിലെടുത്ത ആൾ അയാളെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ 2 അയാൾ വിഴുങ്ങി. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിഴുങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വന്നു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അപകടമാണ്. MDMA എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ക്രമത്തിൽ കൂടുതൽ വെച്ച് അപ്പോൾ മരിക്കും. 7-8 ദിവസം കുട്ടികളാരും ജീവിക്കില്ല എന്നാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തികൾ അതിൻ്റെ പ്രതിഫലനമാണെന്നാണ് ഞാൻ പറയുന്നത്. അത്